ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഈ ഒരു വേസ്റ്റ് എറിയുന്നത് നമുക്ക് വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ നീരുള്ളിയെല്ലാം ഒക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തൊലിയല്ലോ മുട്ടത്തോട് ഒക്കെ നമുക്ക് ഇങ്ങനെ വെറുതെ കളയാതെ ഇങ്ങനെ ഓരോ ഗ്രോ ബാഗിൻ്റെ ചുവട്ടിലിട്ട് ഇങ്ങനെ മണ്ണിളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു അയർ മതി നമുക്ക് പിന്നീട് അതിലുണ്ടാകുന്ന ഈ ചെടികൾക്ക് വളരാനും ഒക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മീതെ അപ്പോൾ ഇത് രൂക്ഷഗന്ധമൊക്കെ മാറിക്കിട്ടാനും അതൊന്ന് അളിഞ്ഞ് ചേരാനും വേണ്ടി ഞാനിതിൻ്റെ മീതെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ആ മണ്ണിട്ട ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പയർ വിത്തും ഒരു 4 ചീര വിത്തും ഇങ്ങനെ ഇട്ട് കൊടുത്തെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ വളർന്നോളും. അപ്പോൾ ഈ ഒരു ചെടീനെ നമുക്ക് ഈ ഒരു വെണ്ട ചെടീനെ നമുക്ക് ഇപ്പം ഇത് കളയേണ്ട ആവശ്യവും ഇല്ല ഈ ചെടിയോടൊപ്പം. അതും വീണ്ടും തളിർക്കുന്നുണ്ടെങ്കിൽ തളിർക്കട്ടെ. അപ്പോൾ അത് നല്ല കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു വൃത്തികേടായി കിടക്കുന്നുണ്ടല്ലോ, ഒരു കറുത്ത കളറൊക്കെ ആയി. അത് കുറേ വെണ്ടയൊക്കെ പിടിച്ചത് അത് ഒരു പാകം കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും നമുക്കത് ഒന്ന് പുതുക്കിയെടുക്കാം. ആ ചെടീനെ ഒന്ന് വീണ്ടും നമുക്ക് പുതുക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ ഇലകളും തണ്ടും ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ ഇതിൻ്റെ അയറ് കൊണ്ട് ഈ ചെടിയും ആവും. അപ്പോൾ 4 ചീര വിത്ത് 4 മുളച്ച് കഴിഞ്ഞെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഈ ഇതിനിട്ട അയറുണ്ട്, മുമ്പത്തെ അയറുണ്ട്, ഇപ്പോൾ ഇട്ട ആ നീരുള്ളിത്തോലും എല്ലാം കൂടി നല്ലൊരു ഇതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇഞ്ചിയെല്ലാം ഇങ്ങനെ നല്ലൊരു വിളവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുളക് കണ്ടോ? മുളക് ഇങ്ങനെ തനിയെ മുളച്ചതാണ്. അതിൽ 2-3 നല്ല മുളകുണ്ട്. അപ്പോൾ ഇഞ്ചി നല്ല രീതിയിൽ നിൽക്കുന്ന പൂവായിട്ട് നിൽക്കുന്നുണ്ടോ? നിങ്ങൾ ഇഞ്ചി പൂവ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ പൂവിന് നല്ല മനോഹരമായ നല്ല പൂക്കളാണ് കേട്ടോ. ആ പൂക്കളും അതുപോലെ തന്നെ ഭയങ്കര മണമാണ്. എന്തോ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നിമിഷങ്ങളോളം ഇങ്ങനെ ആ മണം ഇങ്ങനെ പരിസരത്തെല്ലാം ഇങ്ങനെ പരക്കും. അത്രയും നല്ലൊരു ഗന്ധമാണ് ആ ഇഞ്ചി പൂവിന്. അതുപോലെ തന്നെ നമുക്കത് ചമ്മന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം.